ലക്ഷദ്വീപിലേക്ക് പുറപ്പെടേണ്ടിയിരുന്ന കപ്പൽ താൽക്കാലികമായി റദ്ദാക്കിയതിനെ തുടർന്ന് എറണാകുളത്ത് കുടുങ്ങി യാത്രക്കാർ. പടിഞ്ഞാറൻ കടൽക്കാറ്റിൻ്റെ മുന്നറിയിപ്പിനെ തുടർന്നാണ് കപ്പൽ സർവീസുകൾ റദ്ദാക്കിയത്. കപ്പൽ യാത്രയ്ക്കായി താമസ സ്ഥലങ്ങൾ ഒഴിഞ്ഞ് കാത്തുനിൽക്കുകയായിരുന്നു യാത്രക്കാർ. ഇവരാണ് കുടുങ്ങിയത്. വിവരങ്ങളുമായി ഇപ്പോൾ സാലിം മുഹമ്മദ് ചേരുന്നു. അതിനു മുമ്പ് ഇവർക്ക് ആവശ്യമായ സൗകര്യവും നഷ്ടപരിഹാരവും അനുവദിക്കണമെന്ന് DYFI ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവരുടെ വാക്കുകളിലേക്ക്. റൂമെല്ലാം വെക്കേരിക്കും വന്ന് 2 മാസമായി ഇപ്പം ഇവിടെ വന്ന് അവർ നാട്ടിൽ തിരിച്ചു പോകാനുള്ള വഴിയില്ല. അവസാനം കപ്പലെ പ്രോഗ്രാം ക്യാൻസൽ ആയി എതിർവാണി കാരണം. അതുകൊണ്ട് ഇനി ഇവിടെ പോകും. ഞങ്ങളെ കൈ പൈസയില്ല. ഞങ്ങളെ അവസ്ഥ രോഗികളെ വന്നത്. അതുകൊണ്ടുള്ള ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് എല്ലാം ചെയ്തിട്ട് ഞങ്ങൾക്ക് യാതൊരു രക്ഷയില്ല. എന്നെ അവസ്ഥ ഞങ്ങളെ അവസ്ഥ ഞങ്ങളെ കൈ ഞങ്ങൾക്ക് സർക്കാർ പൈസ തരാൻ കഴിയുന്നില്ല. ഞങ്ങൾക്ക് ഏതും ഭക്ഷണം കഴിക്കാൻ തന്നെ കൈ ഏതും ഇല്ലാണ്ടായി ഇനി ചെയ്യണമെന്ന് ഞങ്ങൾക്ക് ഏത് യാതൊരു കാരണവശാലും ഇനി ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾ ഇനി ചെയ്യും. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളായി സാലിം മുഹമ്മദ് ചേരുന്നു. സാലി, എത്ര യാത്രക്കാരാണ് ഇത്തരത്തിൽ ബുദ്ധിമുട്ടുന്നത്? ഇവർക്ക് യാത്രാ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടില്ലേ തുറമുഖ വകുപ്പ്? അതായത് കവരത്തി, ഇന്ന് പുറപ്പെടേണ്ടിയിരുന്ന കവരത്തി എന്ന ഷിപ്പ് അതാണ് മുടങ്ങിയത്. അതിൽ 750 യാത്രക്കാരുണ്ടായിരുന്നു. അതിലേറെയും കുട്ടികളും പ്രായമായവരും ഒക്കെയാണ്. കാരണം ഈ മെയിൻലാൻഡിലേക്ക് ചികിത്സയ്ക്കായും വരുന്ന ദ്വീപ് നിവാസികൾ സാധാരണ ഇത്തരം കപ്പലുകളിലാണ് മടങ്ങിപ്പോവുക. സാധാരണ ചിലപ്പോൾ ചില ദിവസങ്ങളിലൊക്കെ വൈകാറൊക്കെ ഉണ്ട്. പക്ഷേ അങ്ങനെ വന്നാലും ഇവർക്ക് അക്കോമഡേഷൻ ഉൾപ്പെടെ ഭക്ഷണം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ നൽകേണ്ടതാണ്. പക്ഷേ പോർട്ട് അധികൃതർ അക്കാര്യത്തിൽ ഒരു നിലപാടും സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രശ്നം. യഥാർത്ഥത്തിൽ ഈ ചികിത്സയ്ക്കൊക്കെ വന്ന ആളുകൾ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആയവരുണ്ട്, മറ്റാവശ്യങ്ങൾക്ക് വന്ന് ഹോട്ടൽ മുറികൾ വെക്കേറ്റ് ചെയ്തവരുണ്ട്. അവരൊക്കെ കൃത്യം കപ്പലെത്തും, നാട്ടിലേക്ക് മടങ്ങാം, ദ്വീപിലേക്ക് മടങ്ങാം എന്ന് പ്രതീക്ഷയോടെ പോർട്ടിലെത്തിയവരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പ്രതിസന്ധിയായി. കാരണം അവർക്ക് മടങ്ങിപ്പോകാൻ ആശുപത്രിയിൽ നിന്നാണെങ്കിൽ ഡിസ്ചാർജ് ചെയ്തു പോന്നു, അവർ താമസിച്ചിരുന്നിടത്താണെങ്കിൽ ഇപ്പോൾ താമസ സ്ഥലമില്ലാതെ വെക്കേറ്റ് ചെയ്ത് പോന്നു. ഇനി പുതുതായി പോയി റൂം എടുത്തോ മറ്റോ താമസിക്കാനോ പലരുടെയും കൈവശം പണവുമില്ല. ഭക്ഷണം കഴിക്കാൻ പോലും പലരുടെയും കൈവശം പണമില്ല. അതിൽ കുറേ കുഞ്ഞുങ്ങളും ഉണ്ട് എന്നുള്ളതാണ് പ്രശ്നം. അവരെ സംബന്ധിച്ചിടത്തോളം വലിയ ദുരിതമാണ്. പക്ഷേ ഇത് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് ഇവർക്കൊരു അക്കോമഡേഷനും ഫുഡിനുമുള്ള സൗകര്യം, ഭക്ഷണത്തിനും താമസത്തിനുള്ള മിനിമം സൗകര്യം ഈ പോർട്ട് അധികൃതർ ഏർപ്പെടുത്തേണ്ടതാണ്. അതാണ് ഇപ്പോൾ പ്രശ്നമായിരിക്കുന്നത്. അവർ പ്രതിഷേധമൊന്നും ഇല്ലാതെ അവരുടെ സങ്കടവും ബുദ്ധിമുട്ടുകളും ഒക്കെ മറ്റുള്ളവരുമായി പങ്കുവെച്ച് ഇപ്പോഴും പോർട്ടിൽ കഴിയുന്നുണ്ട്. പക്ഷേ എന്നാ പ്രശ്നമെന്ന് ചോദിച്ചാൽ ഇവർക്ക് എന്തെങ്കിലും ഒരു സംവിധാനം ഒരുക്കി കൊടുക്കണം, ഭക്ഷണമെങ്കിലും കൊടുക്കേണ്ടതുണ്ട്. അപ്പോഴാണ് DYFI ലക്ഷദ്വീപ് ഘടകം ഇടപെട്ടത്. അവർ പോർട്ട് ഡയറക്ടർക്ക് ഒരു കത്ത് അയച്ചിട്ടുണ്ട്. ആ കത്തിൽ ആവശ്യപ്പെടുന്നത് ഇവർക്ക് അടിയന്തരമായി ഭക്ഷണവും താമസ സൗകര്യവും ഏർപ്പെടുത്തണം. കാലാവസ്ഥ മെച്ചമാകുന്ന മുറയ്ക്ക് പെട്ടെന്ന് തന്നെ അവരെ ദ്വീപിലെത്തിക്കാനുള്ള സംവിധാനം ഒരുക്കുകയും ചെയ്യണം എന്നാണ് ഇതിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഏതായാലും ആ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാകും എന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ കുടുങ്ങിക്കിടക്കുന്ന ഈ കപ്പൽ യാത്രക്കാർ. ശരി, സാലിം മുഹമ്മദാണ് വിവരങ്ങൾ വിശദാംശങ്ങൾ നൽകിയത്.